ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ മനസ്സു തേടി എത്തുന്നു നിന്റെ പുഞ്ചിരി നീയാ മധുവേ നുകരാൻ കാത്തു ഞാൻ രക്ഷനാ. എനിക്ക് ഹൃദയ ലൈഫ് എങ്ങനെയാ ചേഞ്ച് ചെയ്തത്? ആക്ച്വലി ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ലൈഫിന്റെ സിറ്റുവേഷനും ലൈഫിലെ സ്ട്രഗിൾസും ഒക്കെ ഉള്ള സമയത്താണ് വിനീതേട്ടനെ കാണുന്നത്. ഡയറക്ടേഴ്സ് ഒക്കെ പറയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഹുക്ക് ലൈൻ വേണം. എഡ് ഷീറന്റെ സോങ്സ് എടുത്ത് നോക്കിയാൽ മതി, അനൂപ് ജയന്റെ 1+1 അതൊരു അത് ബുക്കാണ്. കരളേ കരളിന്റെ കരളേ, 3 വാക്കും കരളേ എന്നാണ്. ഹൂ ഈസ് സിംഗിങ് ദിസ് ട്രാക്ക്, ഹൂ ഈസ് ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ദിസ് ട്രാക്ക്. ഒരു ഫസ്റ്റ് ഡേ അവർക്ക് ഓഡിയൻസ് തള്ളിക്കയറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഈ സോങ്സും വന്ന് സോങ്സും ഹിറ്റായി. ശരിക്കും ഹിന്ദി ഡെബ്യൂന് പേഴ്സണലി ഉള്ള എക്സൈറ്റ്മെന്റിനെക്കാളും കൂടുതൽ അവിടുത്തെ ഇനി എൻ്റെ കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും എനിക്കറിയില്ല. ഞാൻ പല ഡോർസും നോക്ക് ചെയ്യുന്നുണ്ട്, പല സംവിധായകരെയും കാണുന്നുണ്ട്, പല പ്രൊഡക്ഷൻ കമ്പനികളിൽ ലേബിൾസ്. ഇവിടെ ഒക്കെ എനിക്കൊന്ന് ബോംബെയിൽ കുറേ ഹോട്ടൽ റൂമിൽ പോയിരുന്ന് ഈ സാധനം എൻ്റെ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്ത് ഞാൻ കമ്പോസ് ചെയ്ത് പല ട്രാക്കുകളും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. വാശി എന്നല്ല പറയാ, ഐ വാസ് കോൺഫിഡൻറ്റ്. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വെളുപ്പിനെ സാറ് മെസ്സേജ് അയച്ചു, ഇഷാം ദിസ് ഇസ് ലോക്ക്ഡ്. റഹ്മാൻ സാറ് ഭയങ്കര നിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് വർക്കിംഗ്. ഞാൻ പറഞ്ഞു ആ പുള്ളി ഹൃദയം ആൽബം കേട്ടിട്ടുണ്ടാവുമോ? അങ്ങനെ സാറ് നടന്നു പോകുമ്പോൾ സാർ എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ശരിക്കും മനസ്സ് കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു മൈൻഡിൽ? ഇത് കമ്പോസ് ചെയ്തത് ഞാൻ വണ്ടി ഇരുന്നിട്ട് കമ്പോസ് ചെയ്തതാ. മനസ്സേ നമ്മളെ ഇറ്റ് വിൽ ടച്ച് യു ഇൻസൈഡ്. ആ സോങ്ങിന് അങ്ങനത്തെ ഒരു മെലൻകളി ബിറ്റർ സ്വീറ്റ് ഫീൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതും ഇപ്പോഴും അജിൻ എൻ്റെ അടുത്ത് മനസ്സിൽ ചോദിക്കുമ്പം ഞാനിപ്പം എൻ്റെ കഴിഞ്ഞ കുറെ മാസങ്ങളിൽ കടന്നു പോയിട്ടുള്ള വൈകാരികമായ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിൽ ഓർമ്മ വരും. അത് ഭയങ്കര എക്സ്പീരിയൻസ്. അനിരുദ്ധിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പോഴത്തെ ഹീസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെയിംസ് ഇൻ ഇന്ത്യ. വേറെ ലെവൽ എനർജിയാണ്. നമുക്ക് അതായത് ദർശന കേൾക്കുമ്പോൾ എനിക്ക് സമയമോ ഓർമ്മ വരും, സമയമോ കേൾക്കുന്ന ദർശന ഓർമ്മ വരും. പക്ഷെ 2 ട്രാക്കും സെപ്പറേറ്റ് ആണ്, ഇറ്റ്സ് ഡിഫറെന്റ് ഉള്ളി. അപ്പൊ ഏറ്റവും ആദ്യത്തെ റഫ് സ്ക്രാച്ച് ഒക്കെ ഐശായിരിക്കും കേൾക്കാം, ടീകി പോലെ ഇരിക്കും, അങ്ങനെയൊക്കെ പറയും. ഇതെന്താ ഭയങ്കര മുട്ട് ഭയങ്കരമാണല്ലോ, ഒരു ഇക്കാക്കൊന്നും ഈ റഫ് ഇക്ക എന്തിനീ എപ്പോഴും ഈ പാടുന്നത്. അപ്പൊ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഒക്കെ ആളുടെ കിട്ടും. ഒരു പരിധി കഴിയുമ്പം ഞാൻ ചോദിക്കും, ഈ പാട്ട് കേട്ടായിരുന്നു? ഇല്ല, എപ്പോഴും ഉള്ള മുട്ടുപാട്ടായിരിക്കുമല്ലോ എന്നൊക്കെ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ള ആളെ കുറിച്ച് പറയുമ്പോൾ, മ്യൂസിക് നമുക്ക് പല ജനറേഷനോളം ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരാളുടെ ട്രാക്ക് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് ഡയറക്ടറിന് ട്രേഡ് മാർക്ക് ഉണ്ട്. സോ അങ്ങനെ ട്രേഡ് മാർക്ക് ഉള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം ഇഷാം അബ്ദുൽ വഹാബ്. ഹായ്. ഇപ്പോൾ ശരിക്കും ഹൃദയം കഴിഞ്ഞിട്ടൊരു 4 years ആവുന്നുണ്ട്. ശരിക്കും ഹൃദയ ലൈഫ് എങ്ങനെയാ ചേഞ്ച് ചെയ്തത്? ഹൃദയം ആക്ച്വലി ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഹൃദയം അവസരം തന്ന വിനീതേട്ടനെ പല പല സന്ദർഭങ്ങളിലാണ് കാണുക. ഇപ്പോൾ ഹൃദയം സിനിമ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഒരു ലൈഫിൻ്റെ സിറ്റുവേഷനും ലൈഫിലെ സ്ട്രഗിൾസും ഒക്കെ ഉള്ള സമയത്താണ് വിനീതേട്ടനെ കാണുന്നത്. ഹൃദയത്തിന് ശേഷം തെലുഗുവിൽ പോയി സിനിമ ചെയ്യുമ്പം വിനീതേട്ടനെ പാടിപ്പിക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. തമിഴിൽ വർക്ക് ചെയ്യുമ്പോൾ വിനീതേട്ടനെ പിന്നെയും കാണുന്നുണ്ട്. നമ്മൾ പുതിയ വീട് വാങ്ങിക്കുമ്പോഴും പുതിയ സ്റ്റുഡിയോ ചെയ്യുമ്പോഴും വിനീതേട്ടൻ അവിടെയും വരുന്നുണ്ട്. ഇപ്പോഴും ഈ അടുത്ത് പല സന്ദർഭങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിലൊക്കെ വിനീതേട്ടനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ ഈ കാണുന്ന സമയത്തൊക്കെ എൻ്റെയും വിനീതേട്ടൻ്റെയും ലൈഫിൽ പല പല സിറ്റുവേഷൻസ് കടന്നു പോവാണ്. സോ എൻ്റെ മ്യൂസിക് കരിയർ ഗ്രോത്തിൽ ഉണ്ടാവുന്ന എല്ലാ ചേഞ്ചസും വിനീതേട്ടൻ ഒരു എന്താ പറയുക, ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് വിനീതേട്ടൻ കാണുന്നുണ്ട്. അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. സോ ഐ തിങ്ക് ഹൃദയം ഇസ് ഓൾവേസ് ദയർ. ഇപ്പം ഈ അടുത്ത് 4 വർഷം ഹൃദയത്തിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് പോലും ആ ദിവസമാണ് എൻ്റെ ഹിന്ദി സോങ് റിലീസ് ആവുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് ഓൾ ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ 4 വർഷം മുമ്പ് ഞാൻ വിനീതേട്ടനോട് പറഞ്ഞു, വിനീതേട്ടൻ എനിക്ക് ഹിന്ദിയിൽ എപ്പോഴെങ്കിലും ഒരു സോങ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്.
ആൻഡ് ദെൻ ഫൈനലി ഇറ്റ് ഹാപ്പൻസ്. സോ അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം. ഈ ഡെസ്റ്റിനിയിലൊക്കെ വിശ്വാസമുണ്ടോ? ഈ റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം എന്നൊക്കെ എക്സാക്ട്ലി. പക്ഷെ ഐ തിങ്ക് നമ്മൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ വീട്ടിലത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു മേക്ക് യുവർ മൂവ്സ്. അത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇറ്റ് നമ്മൾ ആ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ലെറ്റ്സ് ഗോ ബാക്ക് ടു സോൾട്ട് മാംഗോ ട്രീ ടൈമിൽ ഈ സോൾട്ട് മാംഗോ ട്രീയുടെ ട്രാക്ക് ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഭയങ്കര ചെറുതാണ്. പക്ഷെ ഈ കാറ്റുമേലഞ്ചാരിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഒരു 90s നമ്മൾ കേട്ട ഒരു 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 അപ്പൂപ്പൻ ഒരു കുട്ടിക്ക് താരാട്ട് പാട്ട് പാടിക്കൊടുക്കുന്ന ആ ഒരു ടച്ച് ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും ആ ടച്ച് ശരിക്കും എങ്ങനെയാണ് കിട്ടിയത്? അതിന്റെ വരികളാണ് ആക്ച്വലി. അപ്പൊ അതിന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ള എന്റെ അങ്കിളാണ് അസ്ലം. അപ്പൊ അസ്ലം മാമ ആണ് എനിക്ക് ഈ ലിറിക്സ് ഓൾറെഡി എഴുതിയ ലിറിക്സ് എനിക്ക് തന്നു. നമുക്കിതൊന്ന് കമ്പോസ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ആ സമയത്ത് ഞാൻ പാരലലി രാജേഷ് ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫിലിമിൽ എനിക്ക് മ്യൂസിക് തരാം എന്നുള്ളൊരു അവസരം എനിക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പാരലലി ഈ സോങ് ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഇത് രാജേഷ് ചേട്ടനെ കേൾപ്പിക്കുകയാണ്. അങ്ങനെയാണ് രാജേഷ് ചേട്ടന്റെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഈ പാട്ട് എടുക്കുന്നതും ഹിഷാം നമുക്ക് നീ ആയിരിക്കും ഇതിന്റെ മ്യൂസിക് കമ്പോസർ എന്നുള്ളത് രാജേഷ് ചേട്ടൻ പറയുക. അങ്ങനെ അവിടെ നിന്നാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ ആക്ച്വലി ഫസ്റ്റ് ലിറിക്സ് ആണ് എന്റെ ഇൻസ്പിറേഷൻ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൻപുറം നൊസ്റ്റാൾജി എനിക്ക് ഇല്ല. കാരണം ഞാൻ വളർന്നതൊക്കെ സൗദിയിലാണ്. ജനിച്ചത് ചേർത്തലയാണ്, സ്വദേശം ആലപ്പുഴ. അപ്പം ഇവിടെ വരണം എന്നുള്ള എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 2012 ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നത്. ആ ആഗ്രഹത്തിന്റെ ഒരു ഫീൽ ഈ സോങ്ങിലുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും തിരിച്ച് നാട്ടിൽ വന്ന് എനിക്ക് നാട്ടിൽ നിൽക്കണം എന്നുള്ള, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകുന്നോ ആ ആഗ്രഹമായിരിക്കും ഒരു പക്ഷെ ആ ട്രാക്കിൽ ഇമോഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് ശരിക്കും കേട്ടവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ശരിക്കും ഹിഷാമിന് പരിചയമില്ലാത്ത ടെറൈനിൽ നിന്ന് ശരിക്കും എങ്ങനെയാ മ്യൂസിക് ഉണ്ടാക്കിയെടുത്തതെന്ന്? ശരി, തീർച്ചയായിട്ടും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ദേ വിൽ ബി സർപ്രൈസ്. കാരണം ഒബ്വിയസ്ലി മ്യൂസിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ഉള്ള ഒരു ഫീൽഡ് അല്ല. ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞു പോയാലും ഇപ്പൊ ഇന്ന് AI-ന്റെ സഹായത്തിൽ നമുക്ക് മ്യൂസിക് ചെയ്യാം. അപ്പൊ പല സാധനങ്ങളിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്നാലും ഇതിനൊരു കൺസിസ്റ്റൻസി ഒരു ഇഷ്യൂ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവണം, +2 കഴിഞ്ഞാൽ എനിക്കൊരു മ്യൂസിക് കമ്പോസർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 പേരില് ആരും ഒരു 80 പേര് തിരിഞ്ഞു പോകും. ആകെ ഒരു 5-6 പേരെ ഉണ്ടാവുള്ളൂ. നീ ചെയ്തു നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ഈ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഇസ് ദ സെയിം. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും ഇപ്പൊ ഒരു ഫിലിമില് ഒരാള് ഈഷാം ഇത് വർക്കല്ല എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇസ് ദ സെയിം. ആ ഓപ്ഷൻ ചെയ്യാനുള്ള അവസരം ആ ഡയറക്ടർ തരണം, അത് വേറെ കാര്യം. അതിന്റെ ക്ഷമ എല്ലാ ഡയറക്ടറും കാണിക്കണം എന്നില്ല. പക്ഷെ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദെൻ ഐ നോ ഓക്കെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു കോൺഫിഡൻസ് ലെവൽ അന്നും ഇന്നും ഇസ് ദ സെയിം. ഈ ശരിക്കും ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഈ മ്യൂസിക് പ്രയോറിറ്റീസ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ടല്ലോ. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് എന്തിനാണ് മ്യൂസിക്? ഇപ്പൊ പല ആവശ്യങ്ങളുണ്ട്. അതായത് സിറ്റുവേഷൻസ് ആയിരുന്നു ഒരു ടൈമില്. ഇപ്പൊ ഫാസിൽ സാറിന്റെ ഒക്കെ ബുക്കുകളൊക്കെ വായിക്കാൻ നമുക്ക് മനസ്സിലാവും സിറ്റുവേഷനാ പറയുക, ഇന്ന സിറ്റുവേഷനിന്റെ പാട്ട്. പക്ഷെ ഇപ്പൊ മാറി, പ്രയോറിറ്റി മാറി. അതായത് നമുക്ക് പാട്ട് റീച്ച് ആവണം, അതിനു വേണ്ടി ഒരുപാട് മാറിയിട്ടുണ്ട്. ശരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് എന്തോരം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സർക്കിളുകളിൽ പൊതുവെ ടോക്ക് ശരിക്കും എങ്ങനെയാ? ഞാൻ ആക്ച്വലി ഇപ്പം ഐ എം ട്രൈങ് ടു അഡാപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി മലയാളം മ്യൂസിക് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഇപ്പം ഞാൻ തമിഴിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്, കന്നഡ ഡെലിവറി ചെയ്യുന്നുണ്ട്, തെലുഗു, ഹിന്ദി, ഈ പല ലാംഗ്വേജിൽ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ച് മലയാളത്തിൽ വരുമ്പം ഇവിടെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് റെവല്യൂഷൻ. അതെ, ഇവിടെ വേടൻ വരുന്നു, ഇവിടെ ഡാബ്സി വരുന്നു, ഫെജോ, തിരുമാലി, ഒരു വലിയൊരു റെവല്യൂഷൻ നടക്കാണ്, ലിറിക്കൽ റെവല്യൂഷൻ നടക്കാണ്. സിനിമകളില് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ ഭാഗമാക്കി പ്രൊമോഷണൽ വർക്ക്സ് നടക്കുന്നു. അതൊരു വലിയ റെവല്യൂഷനാണ്. ഒരുപാട് വാതിലുകൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാനും സ്വയം നമ്മൾ ആലോചിക്കും, ഓക്കെ ഇനി നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോങ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം, അതിപ്പോ ഡയറക്ടേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പൊ മലയാളത്തിൽ ഐ എം വെരി വെരി സെലക്റ്റീവ്. എന്താന്ന് വെച്ചാൽ മറ്റു ഭാഷകളിൽ പോകുന്നോണ്ട് എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ അല്ല, പുറത്ത് ഹൈദരാബാദിൽ വർക്ക് ചെയ്തായിരിക്കും. വളരെ സ്ഥിരമായിട്ടും ഇപ്പൊ ഞാൻ ആലുവയിലെ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിലും എൻ്റെ അടുത്ത് വയ്ക്കും, നിഷാം ഇവിടെ എത്തിയോ, ഹൈദരാബാദാണോ?
അപ്പം അത് ഇല്ല ശരി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അതെ പറയുന്നത്. അതെ അതെ ഞാൻ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ പറയാം. അപ്പം അതുള്ളത് കൊണ്ട് ഈ ഡിസ്കഷൻസിന്റെ ഭാഗമൊക്കെ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ ഡെഫിനറ്റ്ലി ഒരു ഈ 2026 ഇവിടെ നിന്ന് ഒരു ഭയങ്കര വലിയ റെവല്യൂഷൻ ഇനി നടക്കും. അത് സിനിമാറ്റിക്കലിയും മ്യൂസിക്കലിയും. ഞാൻ ചോദിക്കാൻ കാരണം ഈ ഹൃദയത്തിന്റെ ദർശന ട്രാക്കാണ് ഒരു ഹൃദയം, അത് ഞാൻ പേഴ്സണലി വിളിക്കാത്ത ഒരു ബാങ്കർ ട്രാക്ക് എന്ന്. കാരണം ആ സിനിമ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞത് ഒരു പക്ഷെ ഭയങ്കര ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അപ്പൊ ശരിക്കും നമ്മൾ ഈ റീൽ ട്രെൻഡ് ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ് കോവിഡിന് തൊട്ടും. അപ്പൊ ഇപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ പറയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഹുക്ക് ലൈൻ വേണം, അല്ലെങ്കിൽ ഡാൻസിനെ പറ്റിയിട്ടുള്ള ഒരു 2 ലൈൻ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവാറ്. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു അത് സിനിമ ഉണ്ടായ കാലം തൊട്ടേ അതുണ്ട്. ഇപ്പം മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീക്കെൻഡ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ, അല്ലെങ്കിൽ ഡുവാലിപ്പ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളുടെ സോങ്സ്, എഡ് ഷീറന്റെ സോങ്സ് എടുത്ത് നോക്കിയാൽ മതി, അനൂപ് ജയന്റെ മനസ്സിലായില്ലേ? ഇപ്പം ഏത് ആർട്ടിസ്റ്റിന്റെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും ഒരു ഹുക്ക് വേർഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഇപ്പം ദർശനയ്ക്ക് മുമ്പുള്ള പാട്ടുകളും ഇവിടെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ വിദ്യാസാഗറിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ, ഔസേ പച്ചന്റെ പാട്ടുകൾ, ഇപ്പോൾ 1+1 2 is love, അതൊരു അത് ഹുക്കാണ്. കരളേ കരളിന്റെ കരളേ, 3 വാക്കും കരളേ എന്നാണ്. അപ്പം അത് ഇറ്റ് ഇസ് ദർ. അത് പക്ഷെ സ്മാർട്ടായിട്ട് എങ്ങനെ ഒരു മ്യൂസിക് കമ്പോസർ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതെല്ലാം ഏറ്റവും വലിയൊരു വിജയം ഇരിക്കുന്നത്. ഖുഷി സിനിമ ശരിക്കും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് ആവാതിരുന്ന ഒരു സിനിമ. പക്ഷെ എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ തെലുങ്കിൽ അങ്ങനെ സംഭവിക്കാത്തതാണ് ഈ ആൽബം ഹിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് എല്ലാ ട്രാക്കും ഹിറ്റാ. ശരിക്കും ഖുഷി ഒരു ഭയങ്കര ഐഡന്റിറ്റി ആയിട്ടില്ലേ പിന്നീട്? ഇപ്പൊ കാരണം പിന്നീട് വന്ന സിനിമകളിലൊക്കെ ഫ്രം ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ഖുഷി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ശരിക്കും ഖുഷി സംഭവിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇൻഡസ്ട്രിയിൽ ചേഞ്ചസ് വന്നു? ഖുഷി ആക്ച്വലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഖുഷി ഫിലിം നാ റോജ നുവേ എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയ സമയത്ത് അവിടെയുള്ള എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ളതിനെക്കാട്ടി കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സേ ഉള്ളൂ തെലുങ്കിൽ. ഇപ്പൊ നമുക്ക് കീരവാണി സാർ തൊട്ട് DSP തമൻ സാറ്, ഒരു ക്രക്സ് ഓഫ് ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവര് ഇറങ്ങുന്ന എല്ലാ സോങ്സും കേൾക്കുന്നവരാണ്. അപ്പൊ എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്ത ചില കമ്പോസർ, ഇത് ആരാണ് ഇത് പാടിയിട്ടുള്ളത്, ഇത് ഏത് സോങ് ആണ്, ഇത് ഏത് ഫിലിമിലാണ്. സോ ഫോർ ദം അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു ആ പാട്ടുകൾ. അത് ഇന്നും ഞാൻ ഇടയ്ക്ക് കാണുന്ന സമയത്ത്, ഇപ്പൊ തമൻ സാറിനെ ഞാൻ ഇടയ്ക്ക് കണ്ടപ്പോ, ബീംസിനെ കണ്ടപ്പോ, ബീംസ് ഇപ്പൊ ലാസ്റ്റ് എക്സാക്ട്ലി ബീംസിന് വേണ്ടി ഞാനും പാടിയിട്ടുണ്ട്. അപ്പം ബീംസ് അന്ന് പറഞ്ഞു, ഹിഷാം, ഐ ഹേർഡ് ദ സോങ്, ഐ വാസ് തിങ്കിങ് ഹൂ ഈസ് സിംഗിങ് ദിസ് ട്രാക്ക്, ഹൂ ഈസ് ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ദിസ് ട്രാക്ക്. ഐ വാസ് വെരി എക്സൈറ്റഡ്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളെ ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. എനിക്കൊരു പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയിട്ടാണ്, എനിക്ക് പരിചയമില്ലാത്ത ഭാഷ, അങ്ങനെ പോയിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഈ സോങ്സ് കൊണ്ട് ഫസ്റ്റ് ഡേ ഇപ്പം വിജയ് ദേവരകൊണ്ടാൻ്റെ സിനിമാറ്റിക് കരിയറിലും ഈ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസപ്ഷൻ ഭയങ്കരമാണ്. ഒരു ഫസ്റ്റ് ഡേ അവർക്ക് ഓഡിയൻസ് തള്ളിക്കയറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഈ സോങ്സും വന്ന് ഇത് സോങ്സും ഹിറ്റായി, എന്താണ് ഈ സിനിമയെന്ന് കാണാനുള്ളത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ആസ് എ കമ്പോസർ നമ്മുടെ ഡ്യൂട്ടി അവിടെ ജസ്റ്റിഫൈബിൾ ആയി. അതിനുശേഷമാണ് പിന്നെ ഹായ്നാനൊക്കെ വരുന്നത്. ഈ അതിനകത്ത് ഓസിപ്പല്ലമ്മ ആക്ച്വലി അടിപൊളി ട്രാക്ക്, ഭയങ്കര പ്രത്യേക സിറ്റുവേഷൻ ട്രാക്കാ. പക്ഷെ ഓസിപ്പല്ലമ്മ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്കും അത് അങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് എന്റെ ഒരു ലൈൻ ഓഫ് വർക്കിൽ അങ്ങനെ ഒരു സോങ് വരൂല. ആക്ച്വലി സിറ്റുവേഷണൽ ട്രാക്കാണ് അത് ആക്ച്വലി. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന ഹായ്നാനാണെങ്കിലും, ഇപ്പൊ ഞാനീ കേരളത്തിൽ വന്നപ്പോ ഹിഷാമിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ഇതിനകത്ത് 5 പാട്ടുണ്ട്. 5 പാട്ടും മീൻസ് വെരി വെരി ഓത്തന്റിക് ഇന്ത്യൻ പാട്ടുകളാണ്. അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ എല്ലാ സ്ഥലത്തും. പക്ഷെ ടു മേക്ക് ഇറ്റ് വെരി ഓത്തന്റിക് എന്താ ശരിക്കും ഹിഷാമിന്റെ ഒരു സീക്രട്ട് എന്താ അതിനകത്ത് ചെയ്യണത്? ഹായ്നാന ഭയങ്കര ഒത്തന്റിക് ആവാനുള്ള വൺ ഓഫ് ദ റീസൺ, ഞാൻ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയി വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അജിന്റെ ഡ്രസ്സ്, ഞാനിപ്പോ അജിനോട് പറയാണ്, അജിന് ഒരു യെല്ലോ കളർ ഷർട്ട് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്യുമോ, അജിന് ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറയും.
ഒന്നെങ്കിൽ അജിൻ അത് റെസ്പോണ്ട് ചെയ്യാം, ഇട്ട് നോക്കാം, അല്ലെങ്കിൽ അജിൻ പറയാണ് വേണ്ട ഇത് മതി, ഇത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ആത്മാർത്ഥത കഴിഞ്ഞു. പക്ഷെ അജിൻ ഞാൻ പറയുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഓൾസോ ബി ഇൻട്രസ്റ്റ്. ഇതാണ് എന്റെ മ്യൂസിക് പ്രോസസ്സ്. അപ്പം അതിന് രണ്ട് സൈഡ് ഉണ്ട്. ഭയങ്കര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പം ചിലപ്പം നമുക്ക് തിരിച്ച് ബാക്ക്ലാഷ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പം ഹായ് നാനാന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടർ ശൗര്യ നമ്മൾ അത്രയധികം ഇമോഷണലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം ഞാൻ എന്ത് ഇൻപുട്ട് കൊടുത്താലും ഹീസ് റെഡി ടു ടേക്ക് ഇറ്റ്. പുള്ളി തിരിച്ചും നമുക്ക് ഇൻഫർമേഷൻ തരും. പക്ഷെ ഞാൻ അത് അത്രയും ഇരുന്ന് വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ട് കൊണ്ട് മാത്രമാണ് ആ സിനിമ അങ്ങനെ ഒരു ക്ലാസിക് പടമായി മാറിയത്. അതിന് നാനി സാറിന്റെ ഇൻപുട്ടും ഉണ്ട്. നമ്മൾ ഓരോ സ്കോർ ചെയ്യുമ്പോൾ നാനി സാർ വന്ന് ഇങ്ങനെ ഹീൽ കം ആൻഡ് വാച്ച്, എല്ലാ സ്കോറും കാണും. എന്നിട്ട് ഹീൽ ടെൽ ഇഷാം ആർ യു ഓക്കെ, ശൗര്യ ആർ യു ഓക്കെ, ഇഫ് യു ബോത്ത് ആർ ഫൈൻ ദെൻ ഐ എം ഫൈൻ. മനസ്സിലായില്ല. പക്ഷെ പുള്ളിക്ക് ഒരു ഭയങ്കര ഡയറക്ടോറിയൽ ഒരു ഭയങ്കര ഡയറക്ടോറിയൽ. ഞാൻ തന്നെ പലതവണ നാനി സാറിനോട് സർ ഡു യു ഹാവ് പ്ലാൻസ് ഇൻ ഡയറക്ടിങ്? അപ്പം സാർ നോ നോ ഡെഫിനറ്റ്ലി നോട്ട് എന്ന് പറയും. അപ്പം അതാണ് ആ ഫിലിമിനെ ആൾക്കാർ എപ്പോഴും ഹായ് നാന എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിക് ഫിലിമായി കാണാനുള്ള റീസൺ ഒരു പക്ഷേ നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടാണ്. എനിക്കൊന്ന് ഹൃദയത്തിൽ ആ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമാണ്. എനിക്ക് ആ സിനിമ തിയേറ്ററിൽ വരുന്ന ആ നിമിഷം വരെ യു ആർ ഇമോഷണലി ഇൻവെസ്റ്റഡ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെന്റ് ഔട്ട് വരും, ഒരു വിഷമം വരും. ഇനി ഒരു 1.5 വർഷം ഈ സിനിമ ഇരുന്നിട്ട് പെട്ടെന്ന് ഇനി ആ സിനിമ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനം അത് വളരെ ചില സിനിമകൾക്ക് മാത്രമാണ് നന്നായിട്ടുള്ളത്. ശരിക്കും ഹിന്ദി ഡെബ്യൂവിന് പേഴ്സണലി ഉള്ള എക്സൈറ്റ്മെന്റിനെക്കാളും കൂടുതൽ ഒരു ഇമോഷണൽ, നേരത്തെ പറഞ്ഞുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടെ ഉള്ളത്. കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആ ഭാഷകളിലൊക്കെ നമ്മൾ സ്റ്റാർസിങ്ങളൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് ഹിന്ദിയിൽ. അപ്പോൾ ആ ഭാഷയിൽ മ്യൂസിക് ചെയ്യുമ്പോൾ എങ്ങനെ പേഴ്സണൽ എക്സൈറ്റ്മെന്റ്? സത്യം പറഞ്ഞാൽ അജിനെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ മലയാളത്തിൽ നിന്ന് ഭയങ്കര ഹെർക്കുലിയൻ ടാസ്ക് ആണ്. നമ്മൾ അവിടെ പോയി ഒരു ഹിന്ദി സിനിമയ്ക്ക്, ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി ഒരു ഹിന്ദി സോങ് കമ്പോസ് ചെയ്യുക. അതും സഞ്ജയ് ലീല ബൻസാലിന്റെ പ്രൊഡക്ഷനിൽ, രവി ഉദ്യാവർ സിനിമയിൽ. രവി ഇതിന് മുമ്പ് രവി സാറ് മോം എന്ന് പറഞ്ഞ സിനിമയാണ് ചെയ്തത്, റഹ്മാൻ സാറായിരുന്നു മ്യൂസിക്. അപ്പം ഇങ്ങനെ ഒരു സിനിമയിൽ ഭാഗമാവാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എനിക്ക് അവിടത്തെ ഇനി എൻ്റെ കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഫെയ്ത്ത് ഉള്ളത്, കമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒറ്റ കോൺഫിഡൻസിലാണ് ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തത്. അപ്പോൾ രവി സാർ ആക്ച്വലി ദർശന കേൾക്കുകയും ഹായ് നാനാന്റെ പാട്ടുകൾ കേൾക്കുകയും എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ഡയറക്ടറായിരുന്നു. മൃണാളാണ് ഇതിന് വഴിയൊരുക്കിയത്. സോ മൃണാളാണ് എന്നെ റെഫർ ചെയ്തതും. ഞാൻ സാറിനെ പോയി കണ്ടു, സാറിന്റെ ഓഫീസിൽ പോയി കണ്ട് സാർ അങ്ങനെ ഒരു ബ്രീഫ് തന്നു. ഞാനൊരു 2-3 ലവ് സോങ്സ് ചെയ്തു. പക്ഷേ ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഒരു 2.5 വർഷമായിട്ട് ഐ ഹാവ് ബീൻ ട്രൈങ്. ഞാൻ പല ഡോർസും നോക്ക് ചെയ്യുന്നുണ്ട്, പല സംവിധായകരെയും കാണുന്നുണ്ട്, പല പ്രൊഡക്ഷൻ കമ്പനികളിൽ, ലേബിൾസ്, ഇവിടെയൊക്കെ ഞാൻ പോയി. എനിക്കൊന്ന് ബോംബെയിൽ കുറേ ഹോട്ടൽ റൂമിൽ പോയിരുന്ന് ഈ സാധനം എൻ്റെ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്ത് ഞാൻ കമ്പോസ് ചെയ്ത് പല ട്രാക്കുകളും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആവും. പക്ഷെ ഏറ്റവും ലാസ്റ്റ് ദ പ്രൊഡക്ഷൻ കമ്പനി ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. ഞാൻ എവിടെയൊക്കെ ഈ ന്യൂസ് ഷെയർ ചെയ്യുന്നു എല്ലാവരും നമ്മളെപ്പോഴും ഏകദേശം നമ്മുടെ കോൺഫിഡൻസും കളയും. ഷാമേ വേറെ ഒരു കാര്യമില്ല, ഹിന്ദിയിൽ അതായത് അവിടെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം അവിടുത്തെ ഒരു ഡയസ്പൊറ ഇസ് ഡിഫറെന്റ്, ദ ഇൻഡസ്ട്രി വർക്ക്സ് ദർ ഇസ് ഡിഫറെന്റ്. പക്ഷെ എനിക്ക് വാശി എന്നല്ല പറയാ, ഐ വാസ് കോൺഫിഡന്റ്, ഐ വാസ് ഷുവർ ഇത് എപ്പോഴെങ്കിലും നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കണം. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല അജിനെ, നമുക്ക് ഇവിടെയുള്ള എല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനും ഉള്ള അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഐ വാസ് തിങ്കിങ് എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്ത. അങ്ങനെ രവി സാറിന്റെ വിഷ്വൽസ് കാണിച്ചു ഈ ലവ് സോങ്ങിന്റെ. അങ്ങനെ ആ വിഷ്വൽസ് കണ്ട് ഞാൻ ഒരു വെളുപ്പിന് 4 AM ഞാൻ ഹോട്ടൽ റൂമിലേക്ക് പോയി. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് ഞാൻ പെട്ടെന്ന് ഫോണിൽ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഒരു 5 മണി വെളുപ്പിനായപ്പോൾ ഞാനൊരു സ്ക്രാച്ച് ട്രാക്ക് ചെയ്തിട്ട് ഞാൻ രവി സാറിന് അയച്ചു. വെളുപ്പിനെ അപ്പൊ തന്നെ. കാരണം ഇത് ഞാൻ വെയിറ്റ് ചെയ്തില്ല. കാരണം ഇത് ഇറ്റ്സ് എ ഗിവ് ഓർ ടേക്ക്. കാരണം ഇമ്മീഡിയറ്റ്ലി മറ്റേ സോങ് സച്ചിൻ ജിഗറാണ് മ്യൂസിക് ചെയ്യുന്നത്. അവര് ആജ് കി രാത്തിന്റെ അത് ഹിറ്റായ അതിന്റെ ഒരു വൈബിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ കാട്ടി എനിക്ക് തോന്നുന്നൊരു 100% കൂടുതൽ മ്യൂസിക് കമ്പോസേഴ്സ് അവിടെ ഉണ്ട്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാനിത് വേഗം സ്ക്രാച്ച് ചെയ്ത് കൊടുത്തു. ഒരു 6 മണിയായപ്പോൾ വെളുപ്പിനെ സാറ് മെസ്സേജ് അയച്ചു, ഇഷാം ദിസ് ഇസ് ലോക്ക്ഡ്.
പക്ഷെ ഇത് എന്നെ സർപ്രൈസ് ചെയ്തില്ല. കാരണം ഞാൻ ദിസ് ഇസ് ലോക്ക്ഡ് എന്നുള്ളത് കുറെ തവണ കേൾക്കുകയും അത് വർക്ക് ആവാതെ പോവുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഗുഡ് സർ, ഗുഡ്, നൈസ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, സർ ഹിഷാം യു ഹാവ് ടു ഫിനിഷ് ദ ഫുൾ സോങ്. ഞാൻ പറഞ്ഞു യെസ് വി വിൽ ഡു ഇറ്റ്. സഞ്ജയ് ലീല ഫുൾ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എത്രയോ തവണ. ഞാൻ സാറായിട്ടല്ല, പല പ്രൊഡക്ഷൻ കമ്പനീസും പല സിനിമയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെ സഞ്ജയ് ലീല ബൻസാലി സാറ് ഇത് കേൾക്കും എന്ന് പറഞ്ഞു. അവര് കേട്ടു ഇത് ലോക്കായെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി ഇത് ചിലപ്പോൾ ഇറ്റ്സ് സീരിയസ്. അങ്ങനെ ട്രാക്ക് ഫുള്ളാക്കി. അഭിരുചി എന്ന് പറഞ്ഞ ലിറിസിസ്റ്റ് ആണ് ഈ ട്രാക്ക് ചെയ്തത്. അവര് തന്നെയാണ് ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത്, ദോ ദീവാനെ സെഹർമേ. അങ്ങനെ ഇത് എഴുതി. ഞാൻ പറഞ്ഞു നമുക്കിത് ജുബിൻ നോട്ടിയാൽ ആൻഡ് നീതിനെ കൊണ്ടുപോകാം. അപ്പൊ അന്ന് ജുബിൻ ഭയങ്കര തിരക്കാം. ബർബാദ് എന്ന് പറഞ്ഞ സയ്യാറയിലെ പാട്ട് പാടി അവനെ കിട്ടില്ല ജുബിന്. അപ്പൊ ജുബിൻ ഉത്തരാഖണ്ഡിലാണ് താമസിക്കുന്നത്, മലമുകളിലാണ് താമസിക്കുന്നത്. അവിടെയാണ് അവന്റെ സ്റ്റുഡിയോ. അപ്പം ഭാഗ്യം കൊണ്ട് ഖുഷീന്റെ ആരാധ്യ സോങ്ങിന്റെ ഹിന്ദി ജുബിനാണ് പാടിയത്. അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ രവി സാറോട്, സാർ ഞാനൊന്ന് മെസ്സേജ് അയച്ചു നോക്കാം ജുബിനെ. ഞാനിത് മെസ്സേജ് അയച്ചപ്പോൾ ഉടനെ ജുബിൻ പറഞ്ഞു, ഹിഷാം നമുക്ക് ചെയ്യാം, പക്ഷെ ഞാൻ ഉത്തരാഖണ്ഡിലാണ്, ഇങ്ങോട്ട് വരേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ലിറിസിസ്റ്റും നമ്മൾ ഉത്തരാഖണ്ഡ്. അപ്പൊ അത് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നും ഇല്ല, 2 ഫ്ലൈറ്റ് ഒക്കെ കയറണം. അങ്ങനെ ഉത്തരാഖണ്ഡിൽ പോയി. അത് ഒരു ഹിൽ ടോപ്പാണ് ആ സ്ഥലം. അങ്ങനെ ജുബിന്റെ അവിടെ പോയി ജുബിന്റെ വോയിസ് എടുക്കുന്നു, നീതിന്റെ വോയിസ് ബോംബെയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു. എല്ലാം പെട്ടെന്ന് മിക്സ് ചെയ്യുന്നത് എറിക്കാണ്. എറിക് പിള്ളെ തന്നെയാണ് സയ്യാറെ മിക്സ് ചെയ്തത്. അങ്ങനെ എറിക്കിനെ കൊണ്ട് മിക്സ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫിനിഷ് ചെയ്തു. ഈ സോങ് ഫിനിഷ് ചെയ്തതിനു ശേഷം രവി സാറ് ഈ ട്രാക്ക് കിട്ടിയിട്ട് സാറ് വീണ്ടും റീഷൂട്ട് ചെയ്തു ലിപ്പിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഹി വാസ് കോൺഫിഡൻറ്റ് ഇൻ ദ സോങ്. അങ്ങനെ ലിപ്പ് ചെയ്ത് ഫൈനലി ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് ദ സോങ് ഇസ് ദയർ. പക്ഷെ ഇത് റിലീസിന് തലേന്ന് വരെ ഐ വാസ് നോട്ട് ഷുവർ. എനിക്കത് കാരണം ഇറ്റ്സ് ഹിന്ദി ഫിലിം, മനസ്സിലായില്ലേ? ഒരുപാട് പേരുകളുടെ യെസ്സിലൂടെ മാത്രമേ നമ്മുടെ ഒരു എൻട്രി അവിടെ വരുള്ളൂ. അതെനിക്ക് മനസ്സിലായി. ആൻഡ് ഐ ഗോ ബൈ ഇറ്റ്. ഐ അബൈഡ് ബൈ ഹൗ ദ ഇൻഡസ്ട്രി വർക്ക്സ് ദയർ. അങ്ങനെ സഞ്ജയ് ലീല ബൻസാലി സാറും അവരും യെസ് പറഞ്ഞു. ഓക്കെ ഫൈനലി ദിസ് ഇസ് ഇറ്റ്, ഹിഷാംസ് നെയിം ഇസ് ഗോയിങ് ടു ബി ദയർ. അങ്ങനെയാണ് ഫൈനലി ഇറ്റ് ഹാപ്പൻ. ഒരു 6 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ന്യൂസ് എവിടെയും ഞാൻ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഫൈനലി വന്നപ്പോഴാണ് പിന്നെ ഷെയർ ചെയ്തത്. റിലീസായി കഴിഞ്ഞിട്ട് എന്താ എല്ലാരും ഇറ്റ്സ് ബീൻ ഫാബുലസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആയുഷ്മാൻ ഖുറാന അല്ലെങ്കിൽ സഞ്ജയ് ലീല ബൻസാലിന്റെ തന്നെ ഇപ്പോ റിപ്പബ്ലിക് ഡേ ദിനത്തില് നമ്മുടെ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിന്റെ ടാബ്ലോ ഉണ്ടായിരുന്നു പരേഡിൽ. ആ ടാബ്ലോയിൽ ഞാനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അത് ശ്രേയ ഘോഷാലാണ് പാടിയത്, സഞ്ജയ് ലീല സാറാണ് ഡയറക്റ്റ് ചെയ്തത്. സോ ഐ എം ഹാപ്പി. അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളെ തേടി വരുന്നതും അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വിൻഡോ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ആക്ച്വലി ഇന്ത്യയിൽ. ഇതുപോലെയല്ലേ റഹ്മാൻ സാറ് മീറ്റ് ചെയ്തപ്പോഴും പറഞ്ഞ എവരിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് യു എന്ന് പറഞ്ഞ ഹൃദയം ചെയ്യുന്ന സമയത്ത് അതും ഒരു ഭയങ്കര, കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അന്നൊരു ഇന്റർവ്യൂല് പാടിത്തന്ന റഹ്മാൻ സാറിന്റെ ട്രാക്ക് ആയിരുന്നു. ഇപ്പൊ നേരിട്ട് അങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴും സാർ എങ്ങനെ ശരിക്കും? ഞാൻ ആക്ച്വലി അതും എനിക്ക് ഒട്ടും ആക്ച്വലി ബിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം റഹ്മാൻ സാർ എൻ്റെ വർക്കിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ഗുരുവിനോടാണ്, സാമി യൂസഫിനോടാണ്. ഇത് ഞാൻ അറിയുന്നത് സാമീന്റെ എഞ്ചിനീയർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്, വിഷ്ണു. പിന്നെ വിഷ്ണു ആണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഹിഷാമേ റഹ്മാൻ സാർ ഭയങ്കര നിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് വർക്കിന്. ഞാൻ പറഞ്ഞു പുള്ളി ഹൃദയം ആൽബം കേട്ടിട്ടുണ്ടാവോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ആടാ അതുകൊണ്ടായിരിക്കും ചിലപ്പം സാമിനോട് പറഞ്ഞ. അങ്ങനെയാണ് ദുബായിലെ എക്സ്പോയില് റഹ്മാൻ സാറിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഓഡിയോ CD-യും സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഹായ്നാന്റെ അവാർഡ് വാങ്ങാൻ ഞാൻ സൈമ അവാർഡ്സിന് വേണ്ടി പോകുന്ന സമയത്താണ്. അന്ന് സാറിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ അവാർഡ് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഗാജുബൊമ്മ എന്ന് പറഞ്ഞ സോങ് പാടി ബാക്ക് സ്റ്റേജില് ഞാൻ ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നുണ്ടായിരുന്നു സാറിനെ ഒന്ന് കാണാൻ വേണ്ടി. അങ്ങനെ സാറ് നടന്നു പോകുമ്പോൾ സാർ എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എത്ര അവാർഡായെന്നാ ചോദിച്ചത്. ഹായ്നാനിക്ക് എത്ര അവാർഡ്? ഞാൻ സാറേ അങ്ങനെ അവാർഡൊന്നും ഇല്ല, just a few awards, touch wood. Great job എന്നാണ്. We'll see. അങ്ങനെ ഞാൻ കുറച്ച് സോങ്സ് ഞാൻ പറയാം. അപ്പൊ അതുണ്ടായ സിറ്റുവേഷനും അതുണ്ടായപ്പോ ഫസ്റ്റ് കേൾക്കുമ്പോ എന്താ മൈൻഡിൽ വരുന്നത്? ഫസ്റ്റ് മനസ്സേ മനസ്സെയാണ്. മനസ്സേ ആക്ച്വലി ക്ലാസ്മേറ്റ്സിന്റെ ഫ്ലൂട്ട് BGM-ന് ഒരു പവർ ഉണ്ട്. അതായത് ടേക്ക് us to കോളേജ്, അല്ലെങ്കിൽ അവിടെ കോളേജിൽ നമ്മളെല്ലാം മെമ്മറി കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരിക. മനസ്സേക്ക് അങ്ങനത്തെ ഒരു വേർഷൻ ശരിക്കും ഉണ്ടല്ലോ, ടേക്ക് ബാക്ക് ടു കോളേജ് ഉണ്ട്. ശരിക്കും മനസ്സേ കമ്പോസ് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു മൈൻഡിൽ?
മനസ്സേ മനസ്സേ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തതാണ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരിക. അത് എൻ്റെ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഞാനും ഐശ്വര്യം താമസിച്ചിരുന്ന, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 BHK. ആ അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ദർശന തൊട്ട് എല്ലാ സോങ്ങും കമ്പോസ് ചെയ്തത്. ഭയങ്കര ഒരു ചെറിയൊരു മുറിയാണ്, അവിടെയാണ് വിനീതേട്ടനെ ഇരുത്തിയിട്ട് ഇത് പാടിയത്. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. അതാണ് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. ഇത് കമ്പോസ് ചെയ്തത് ഞാൻ വണ്ടി ഇരുന്നിട്ട് കമ്പോസ് ചെയ്തതാ, മനസ്സേ മനസ്സേ. വിനീതേട്ടനെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ സോങ് ഞാൻ ഫോണിൽ പാടുന്നത്. പിന്നെ വിനീതേട്ടനെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാട്ടും കേൾപ്പിച്ചു. വിനീതേട്ടൻ പറഞ്ഞു ഇത് രസമുണ്ട്, എനിക്ക് ഈ പരിപാടി വർക്ക് ചെയ്യാം. പിന്നെ സിനിമയിൽ വന്നപ്പോ വേറൊരു ഫീൽ ആയിരുന്നല്ലോ. സിനിമയിൽ ഡെഫിനറ്റ്ലി ഇതിന് ലിറിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ലൈഫ് മാറ്റർ ഉണ്ട്. തിരുമേനിയാണ്, കൈതപ്രം തിരുമേനിയാണ് ലിറിക്സ് എഴുതിയിട്ടുള്ള. തിരുമേനി ലിറിക്സ് എഴുതി അതും കൂടെ വന്നപ്പോൾ ദെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് തിങ്. പിന്നെ സിനിമകൾ കഴിഞ്ഞതിന് ശേഷവും ഈ ഗാനങ്ങൾ നിലനിൽക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു പവർ ഉണ്ടെന്നുള്ളത്. എനിക്ക് മനസ്സാണ് മേ ബി ദർശന എല്ലാവരും പറയുന്നുണ്ടെങ്കിലും മനസ്സാണ് കുറച്ചുകൂടെ സ്ലോ ബേണർ ആയിട്ട് ആളുകൾക്ക്. ഡെഫിനറ്റ്ലി മനസ്സേ നമ്മളെ ഇറ്റ് വിൽ ടച്ച് യു ഇൻസൈഡ്. ആ സോങ്ങിന് അങ്ങനത്തെ ഒരു മെലൻകളി ബിറ്റർ സ്വീറ്റ് ഫീൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതും ഇപ്പോഴും അജിൻ എൻ്റെ അടുത്ത് മനസ്സിൽ ചോദിക്കുമ്പോൾ ഞാനിപ്പം എൻ്റെ കഴിഞ്ഞ കുറെ മാസങ്ങളിൽ കടന്നു പോയിട്ടുള്ള വൈകാരികമായ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിൽ ഓർമ്മ വരും. അപ്പൊ അത് മ്യൂസിക്കിന്റെ പവറാണ്. മ്യൂസിക്കിന് മാത്രമേ നമ്മളങ്ങനെ ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വൺസ് മോറില് പാട്ടിൽ അഭിനയിക്കാനുള്ള അത് ഡയറക്ടറും പ്രൊഡക്ഷൻ അർജുൻ ദാസും അവരുടെയൊക്കെ കോൺഫിഡൻസ് ആയിരുന്നു. ഇഷാമും കൂടെ പ്രൊമോസെങ്കിലും വേണം. അത് അതിന്റെ ഡയറക്ടറിനോട് നന്ദി പറയണം. വൺസ് മോറിന്റെ ഡയറക്ടർ ശ്രീകാന്ത് ആണ്. ആ പ്രോമോ ഡയറക്ട് ചെയ്തത് ഹരീഷ് ദുരൈരാജ് എന്ന് പറയുന്നത്. ഹരീഷ് ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ അനൗൺസ് ചെയ്തു അർജുൻ ദാസിനെ വെച്ചിട്ട്. അപ്പം പുള്ളിയാണ് ആ പ്രോമോ ഡയറക്ട് ചെയ്തത്. സോ അത് പുള്ളിന്റെയും കൂടെ കഴിവാണ്. അങ്ങനെ പിന്നെ ഷൂട്ടിംഗ് ക്യാമറ വന്നിട്ട് വ്യൂവേഴ്സ് പറയണം. പക്ഷെ ഐ തിങ്ക് ഐ വാസ് ഓക്കെ. കാരണം നമ്മൾ സ്റ്റാർ സിംഗർ തൊട്ട് നമ്മൾ ഓൺ സ്റ്റേജില് ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വലിയ ഡിഫറൻസ് നമ്മൾ ലൈഫിൽ അഭിനയിക്കുന്നുണ്ട്. എല്ലാം കൂടെ മൊത്തത്തില് ഓൾവേസ് യുവർ ആക്ടിങ്. ഈ വൺസ് മോർ ട്രാക്കിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ശരിക്കും കിട്ടിയല്ലോ. കാരണം അത് ഭയങ്കര ഒരു കിടിലൻ ട്രാക്ക് ആയിരുന്നു. അപ്പൊ ശരിക്കും അതെങ്ങനെയാ അത് അതിന്റെ ഐഡിയ? അത് ആക്ച്വലി ആ സിനിമയില് ഒരു പോർഷനിൽ, ഒരു മാരേജ് പോർഷനിൽ വരുന്ന സോങ് ആയിരുന്നു. അപ്പൊ ശ്രീകാന്ത് ഡയറക്ടർ ശ്രീകാന്താണ് ഇതിന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ള. ശ്രീകാന്ത് പറഞ്ഞു നമുക്കൊരു ഭയങ്കര ഒരു വെഡ്ഡിങ് സ്റ്റൈൽ ഒരു ട്രാക്ക് വേണം. അപ്പം ഞാൻ പറയും നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് തിരുക്കുറളുടെ ലിറിക്സ് വെച്ചിട്ട് ഒരു ഗ്രെഗോറിയൻ ചാൻഡ് പോലെ കുറെ ഒരു വെസ്റ്റേൺ കോറസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് വെച്ച് നോക്കിയാൽ അങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇന്ത്യനായി ഈ സാധനം തന്നെയാണ് നമ്മൾ വൺസ് മോറിന്റെ ടീസറിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പടം ഇതുവരെ ഇറ്റ്സ് നോട്ട് ടേക്കിംഗ് ഷേപ്പ്. എപ്പോഴാണ് റിലീസ് ആവുന്ന അറിയില്ല. പക്ഷെ ഇറ്റ് ഇസ് എ വെരി മ്യൂസിക്കൽ ഫിലിം. രാജുവേട്ടനെ കൊണ്ട് താരകതീതാരെ പഠിച്ച മൊമെന്റ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഏട്ടൻ ആടുജീവിതത്തിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് രാജുവേട്ടൻ വരുന്നത്. അതൊരു ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. ഹീ ഈസ് എ ഗുഡ് സിംഗർ ഓൾറെഡി. വിനീതേട്ടനാണ് സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പൃഥ്വിരാജ് അങ്ങനെ പാടിപ്പിക്കാൻ, ഒരു സ്വാഗ് കൊണ്ടുവരുത്താൻ പറ്റും എന്നുള്ള വിനീതേട്ടന്റെ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ ദ മോമെന്റ് ഹി സ്റ്റാർട്ടഡ് സിംഗിങ്, പുള്ളി പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ പുള്ളി പെട്ടെന്ന് റെക്കോർഡിങ്ങും തീർത്തു. ഹീസ് എ ഗ്രേറ്റ് സിംഗർ. രാജുവേട്ടനും ഇന്ദ്രജിത്ത് ഏട്ടനും രണ്ടുപേരും ആക്ച്വലി നല്ലപോലെ പാടുന്നവരാണ്. അനിരുദ്ധിനെ കൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു മ്യൂസിക് ഡയറക്ടർ പാടിക്കണം. അതിന്റെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര എക്സ്പീരിയൻസ്. അനിരുദ്ധിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു അത് മാത്രമല്ല ഇപ്പോഴത്തെ ഹീസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെയിംസ് ഇൻ ഇന്ത്യ. അനിരുദ്ധിനെ അന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനും സുഹേലും ഡയറക്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ അനിരുദ്ധ് പറഞ്ഞു നിങ്ങൾ അകത്തിരുന്നു, വേറെ ആരും ഇരുത്തണ്ടെന്ന് പറഞ്ഞ് പുള്ളി തന്നെ റെക്കോർഡ് ചെയ്തത്. അനിരുദ്ധ് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അവൻ തന്നെ വേറെ ലെവൽ എനർജിയാണ് പാടുന്ന സമയത്ത്. ഭയങ്കരമായിട്ട് ഇംപ്രൂവൈസേഷൻ ചെയ്യും. ഗംഭീര സിംഗറാണ്. ഇറ്റ്സ് ഓൾവേസ് വർക്കിംഗ്. അപ്പം എന്താ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായ നമ്മള് മ്യൂസിക്കിനെ കുറിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നു എന്റെ ഖുഷീന്റെ വർക്ക് നടക്കുന്ന സമയത്താണ് പോകുന്നത്. അപ്പം അനിരുദ്ധ് പറഞ്ഞു ഖുഷി യു ആർ ഡൂയിങ് നോ, ഐ എം വെരി ഹാപ്പി യു ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള ഡിസ്കഷൻ. പിന്നെ നമ്മള് ഇപ്പൊ ഈ ഇന്റേണലി ഉള്ള കാര്യം മ്യൂസിക്കൽ
സോഫ്റ്റ്വെയറിന്റെ കാര്യം പ്ലഗിൻസിന്റെ കാര്യം അതൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ജയിലറിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് വിക്രം ജയിലറിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഒരു സമയം കണ്ടെത്തിയിട്ടാണ് ഈ ട്രാക്ക്. അത്രയും തിരക്കിന്റെ. അതെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി. ഖുഷി ടൈറ്റിൽ ട്രാക്ക് ശിവ നിർവാണ എന്റെ സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ടൈറ്റിൽ പോസ്റ്റർ വരുന്നുണ്ട്, അതിനുവേണ്ടി മ്യൂസിക് ചെയ്യണം. അങ്ങനെ ഈ പോസ്റ്റർ എനിക്ക് അയച്ചു തന്നു. അന്ന് ഞാൻ മൈക്ക് എന്ന് പറയുന്ന സിനിമേന്റെ വർക്ക് നടക്കാം മലയാളത്തിൽ. അപ്പം അവര് നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി കുറച്ച് ഒഴിവ് സമയം കിട്ടിയപ്പം ഈ പോസ്റ്റർ ഞാൻ ജസ്റ്റ് സോഫ്റ്റ്വെയറിൽ ലോഡ് ചെയ്ത് അങ്ങനെ പാടി ഒരു 1-2 സാമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഒരു റഫ് അയച്ചു. ഞാൻ അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് കൊടുത്തതല്ല. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ശിവ വിളിച്ചിട്ട് ഫോൺ വിജയനാണ് കൊടുക്കുന്നത്. അങ്ങനെ വിജയൻ, ഷ്യാം ദിസ് ഇസ് സൂപ്പർ മാൻ, ദിസ് ഇസ് മൈ വിത്ത് ആ സൗണ്ടിൽ. അതെ അപ്പം പുള്ളിന്റെ ഒരു സ്പെസിഫിക് വേ ഓഫ് ടോക്കിംഗ് ഒക്കെ. അപ്പൊ തന്നെ ഐ ന്യൂ ദാറ്റ് ദിസ് ഇസ് ഗോണ വർക്ക്. ചില സാധനങ്ങളൊക്കെ നമ്മള് ചില വർക്കൊക്കെ അവർ കേൾക്കുന്നതിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ആക്ച്വലി നമ്മുടെയും നമ്മൾക്കും ഒരു എനർജി. പിന്നെ ഹൈനാനയിലെ സമയമ സോങ് ഡെഫിനറ്റ്ലി ഐ വുഡ് സേ അതാണ് ആ സിനിമയിലെ ഏറ്റവും ആകെ ഉള്ള ഒരു ലവ് സോങ്. അപ്പോ അത് അനുരാഗ് കുൽക്കർണിയാണ് പാടിയിട്ടുള്ള, മലയാളത്തില് സിത്താര പാടിയിട്ടുള്ളത്. അത് ഐ വുഡ് തിങ്ക് ഓഫ് ദർശന സോങ് ഓൾസോ. സമയമ ഇസ് ലൈക്ക്, എനിക്ക് ദർശന സമയമ ഇസ് ലൈക്ക് രണ്ടും അങ്ങനെ പറയാം നമുക്ക്. അതായത് ദർശന കേൾക്കുമ്പോൾ എനിക്ക് സമയമ ഓർമ്മ വരും, സമയമ കേൾക്കുന്ന ദർശന ഓർമ്മ വരും. പക്ഷെ 2 ട്രാക്കും സെപ്പറേറ്റ് ആണ്, ഇറ്റ്സ് ഡിഫറെന്റ് ഉള്ളി. പിന്നെ ഹൈനാന പാട്ട് പടം റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ വന്നൊരു സോങ് സമയമാണ്. ഇപ്പം നമ്മൾ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ ഏതൊരു റെസ്റ്റോറൻറ്റ്, അവിടെ കൂടുതലും പബ്സ് ഉണ്ട്, പബ് റെസ്റ്റോറൻറ്റ്, എവിടെ പോയി കഴിഞ്ഞാലും ബാൻഡ്സ് പെർഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എപ്പോഴും സമയമ ട്രാക്ക് ഇവരുടെ സെറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് തരുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ ദർശനെ പറ്റി പറയാം. ഈ ദർശനക്ക് യൂസ് ചെയ്ത ബീറ്റ്സ് അത് പൊതുവെ മലയാളത്തിൽ അങ്ങനെ കാണാത്ത യൂഷ്വലാണ്. ഇപ്പൊ അന്ന് ശരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് കൂടെ ഉള്ളവരൊക്കെ പറയായിരുന്നു ഈ ബീറ്റ്സ് ഭയങ്കര ഫ്രഷ് ആണ്, മേ ബി അതായിരിക്കാം പാട്ടിന്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തും ഏറ്റവും സിമ്പിൾ മ്യൂസിക് ഇസ് ഓൾവേസ് പവർഫുൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാതൽ റോജാവെ വന്ന സമയം അല്ലെ, കാതൽ റോജാവെ വന്ന സമയത്ത് മറ്റേ എന്താ പറയാ ഒരു ബേസ് ലൈനും കാതൽ റോജാവെ അത്രേ ഉള്ളൂ. അതുപോലെ ഇപ്പം ദിൽസേ, സോ യു നോ ദാറ്റ് നമ്മുടെ ഉള്ളിലാണ് ഇത് ഇടിക്കുന്നത്. ഭയങ്കര ഒരുപാട് മ്യൂസിക്കൽ അലങ്കാരങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരുന്നു. അത് തന്നെയായിരുന്നു നമ്മൾ ദർശന ചെയ്തപ്പോഴും. ഇപ്പം ഞാൻ ചെയ്ത ആസ്മ സോങ് ആണെങ്കിലും സിമ്പിൾ ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് പീപ്പിൾ റിലേറ്റഡ് ടു ദർശന. അത് ഇറ്റ്സ് എ ഡെലിബറേറ്റ് ആക്ട്. മനസ്സിലായോ? നമുക്ക് അതിന് സിമിലാരിറ്റി കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ യു ഫീൽ നമ്മുടെ ഉള്ളില് ഇത് ദർശന കേൾക്കുന്ന സമയത്ത് ഫീൽ ഉണ്ടല്ലോ, സമയമ കേൾക്കുന്ന സമയത്ത് that's the exact thing that I want. മനസ്സിലായോ? ബിക്കോസ് ഏറ്റവും ഉള്ളില് ഏറ്റവും സിംപിളർ ഇൻസ്ട്രുമെന്റ്സും ഏറ്റവും കുറച്ച് ലെയേഴ്സ് മാത്രം നമ്മൾ കൊണ്ടുവന്ന് വെച്ച് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവരത് ഹിറ്റ് ചെയ്യും ഉള്ളില്. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ്, വിച്ച് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് that's what I think, especially love songs, ഇമോഷണൽ ട്രാക്സ്. ഇപ്പൊ അടിക എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട് ഹൈനാനയുടെ, കാർത്തിക് പാട്ട്. ഇതളേന്ന സോങ് മലയാളത്തിൽ നജീം പാട്ട്. ജസ്റ്റ് ഗിറ്റാർ മാത്രമേ ഉള്ളൂ. അത് തെലുഗുവില് അത് എനിക്ക് തന്നെ തോന്നുന്നില്ല തെലുഗുവില് എങ്ങനെയാണ് ആ സോങ് ഹിറ്റായെന്ന്. കാരണം കാർത്തിക്കിന്റെ ഒരു വലിയ സ്ട്രോങ് കംബാക്ക് ആയിരുന്നു. കാർത്തിക് സിംഗറിന്റെ ആ ഒരു ഒറ്റ ട്രാക്കിൽ എനിക്ക് തോന്നുന്നു കാർത്തിക്കിന്റെ നെക്സ്റ്റ് ഇയർ ഫുള്ളും സോൾഡ് ഔട്ട് ഷോസ് ആയിരുന്നു. 15,000 20,000 ഓഡിയൻസിൽ. ഈ ഒരു ട്രാക്ക് പാടുന്ന സമയത്ത് ഈ 20,000 പേര് ബൈ ഹാർട്ടാ പാടുന്നത്. സോ അത് ഇറ്റ്സ് പവർ ഓഫ് മ്യൂസിക്. ഈ സിനിമകളും കുറെ കാണുന്ന സമയം കൂടെയാണല്ലോ. സിനിമകൾ കാണുമ്പോഴത്തേക്കും ആ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ ചെയ്ത സിനിമകളിൽ ഏകദേശം സിനിമയുടെ ഒക്കെ ഒരു അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള
ഹിറ്റായ സിനിമകളെക്കാട്ടി കൂടുതലും ഓടാതിരുന്ന സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസറാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് ഒരു പക്ഷെ അത്യാവശ്യം ഷാർപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഏത് സിനിമ എടുക്കുമ്പോഴും എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, ഇത് ഓക്കെ, ദിസ് ഇസ് നോട്ട് ഗോയിങ് റൈറ്റ്, ഇത് എന്റെ ചിന്താഗതിയായിട്ടോ എന്റെ വർക്കിംഗ് പാറ്റേൺ ആയിട്ടോ ഇത് അലൈൻഡ് അല്ല, സോ ബെറ്റർ നോട്ട് ടേക്ക് ഇറ്റ്. അപ്പൊ ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നോ, എസിനെ കാട്ടി കൂടുതലും നോ ആണ്. കുറെ നോ പറഞ്ഞു. ടച്ച് വുഡ്, നമുക്ക് പറ്റുന്ന സിനിമകൾ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളായിട്ട് അലൈൻഡ് അല്ലാത്ത പ്രോജക്ട്സ് ഒക്കെ ഐ വുഡ് പ്രിഫർ സ്റ്റേയിങ് അവേ ഫ്രം ദാറ്റ്. കാരണം എന്നെ ഇനി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോജക്ട്സ് ആയിരിക്കും ഞാൻ ഇനി എടുക്കുക. ഈ ശരിക്കും ഈ പൈസ ഭയങ്കര ഒരു ഫാക്ടർ ആണല്ലോ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ട് മ്യൂസിക് ഫീൽഡിൽ എന്നൊക്കെ പറഞ്ഞാലും. അപ്പം ഒരു സമയത്ത് ഇപ്പൊ ഹൃദയത്തിന് മുമ്പാണെങ്കിൽ തന്നെ ഫൈനാൻഷ്യൽ കാര്യത്തിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയം കൂടി ഉണ്ടായിരുന്നു. ശരിക്കും പൈസയുടെ ഒരു വാല്യൂ ശരിക്കും റിയലൈസ് ചെയ്ത കുറെ വർഷങ്ങളായിരിക്കുമല്ലോ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ. ശരിക്കും ആ രീതിയിൽ എങ്ങനെയാ മാറി തുടങ്ങി ഇഷാം എന്നൊരു പേഴ്സൺ മണി മാനേജ്മെന്റിൽ? അത് ആക്ച്വലി എൻ്റെ വൈഫിനെയും കൂടെ സപ്പോർട്ട് ചെയ്ത് പറയണം. കാരണം അവളും ഒരു റീസൺ ആണ്. ഇപ്പം ഹൃദയത്തിന് മുമ്പ് ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരു ഫേസിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഐഷയാണ് ഇപ്പോഴും. അപ്പം ആ ഒരു ഫേസിൽ നിന്ന് കടന്നു വന്ന് നമ്മൾ കമേഴ്ഷ്യലി ഫിനാൻഷ്യലി നമ്മൾ ഒരു സേഫ് സ്പേസിലേക്ക് എത്തുമ്പോൾ, ഇനി നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാം എന്നുള്ളൊരു സ്പേസിലേക്ക് എത്തുമ്പോൾ പോലും പൈസേന്റെ വില മറന്നു പോകാനും സാധ്യതയുണ്ട്. നമുക്ക് പൈസ വരുന്ന സമയത്താണല്ലോ നമ്മൾ പൈസേന്റെ ചില സാധനങ്ങൾ നമുക്ക് ഭയങ്കര ക്ലോസ് ആയിരിക്കും, അതില്ലാതെ വരുമ്പോഴേ അതിന്റെ വില മനസ്സിലാക്കുള്ളൂ. മനുഷ്യരാണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും, അതൊരു പൊസിഷൻ ആണെങ്കിൽ പോലും. ഞാൻ ഈ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ എന്റെ ഈഗോ എന്നെ ഹിറ്റ് ചെയ്ത് ഞാൻ ഇതിനെ പുച്ഛിച്ച് തള്ളുകയാണെങ്കിൽ ദൈവം ഈസി ആയിട്ട് ഇതിനെ ഗ്രാബ് ചെയ്തെടുക്കും. അപ്പൊ ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇപ്പം വരുന്ന എല്ലാ സിനിമകളും നമ്മൾ ചെയ്ത സമയത്ത് വി ആർ ഓൾവേസ് കെയർഫുൾ. ഇപ്പം അത് ഐഷ എന്നെ എപ്പോഴും റിമൈൻഡ് ചെയ്യിക്കുന്നതാണ്, ഓൾവേസ് ബി കെയർഫുൾ വിത്ത് ഹൗ യു മാനേജ് യുവർ ഫിനാൻസസ്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മ്യൂസീഷ്യൻസ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ഞാൻ കഷ്ടപ്പെട്ട ഫേസിലൂടെ അവരെ കൊണ്ടുപോയില്ല എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അത് ഞാൻ എപ്പോഴും ഐ മേക്ക് ഷുവർ ഐ ഡോണ്ട് ഡു ദാറ്റ്. കാരണം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അതിലൂടെ ഞാൻ ഒരിക്കലും എൻ്റെ മ്യൂസീഷ്യൻസിനെ എസ്പെഷ്യലി എൻ്റെ അസിസ്റ്റൻസ് അവരെ ഞാൻ ഒരിക്കലും ആ പാതയിലൂടെ ഞാൻ കൊണ്ടുപോകില്ല. അത് എൻ്റെ ഒരു വാശി തന്നെയാണ്. ഐ വാണ്ട് ദെം ടു ബി ഹാപ്പി. ഐഷത്തേക്ക് ഇഷ്ടമുള്ള ട്രാക്ക് ഏതാ? അവൾക്ക് ഐ തിങ്ക് ഹർ വെരി ക്ലോസ് ഫേവറേറ്റ് ഇസ് ഹൈനാന. ഹൈനാനയിലെ ഫുൾ ആൽബം ഇസ് വെരി ക്ലോസ് ടു ഹർ. ഇത് ക്രിട്ടിസൈസ് ചെയ്യോ? മീൻസ് പിന്നെ അത് മ്യൂസിക്കിന് മാത്രമല്ല എല്ലാ രീതിയിലും. മ്യൂസിക്കിൽ ശരിക്കും എങ്ങനെയാ സ്ട്രോങ് ക്രിട്ടിക് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില പാട്ട് ഇപ്പൊ ഏറ്റവും ആദ്യത്തെ റഫ് സ്ക്രാച്ച് ഒക്കെ ഐഷയായിരിക്കും കേൾക്കാം. ചില ലോക്ക് ചെയ്ത സോങ്സ് ചിലതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണ് ഇത് ഭയങ്കര രാഗം സോങ് ആണല്ലോ, ഭയങ്കര ക്ലാസിക്കൽ സോങ് ആണല്ലോ, കീ പോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയും. ഇതെന്താ ഭയങ്കര മുട്ട് ഭയങ്കരമാണല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ മിക്ക റഫ് ഞാനായിരിക്കും പാടുക. ഇക്കാക്കൊന്നും ഈ റഫ് ഇക്ക എന്തിനാ എപ്പോഴും ഈ പാടുന്നത്. അപ്പൊ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഒക്കെ ആളുടെ കിട്ടും. നമ്മളും ശ്രദ്ധിക്കും, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ആള് പറയാ. അപ്പം ഇപ്പം ഒരു ദിവസമൊക്കെ ഒരു ആവറേജ് ഒരു 1 to 2 സോങ്സ് ഞാൻ കമ്പോസ് ചെയ്യും. അപ്പൊ ആൾക്ക് എല്ലാ ദിവസവും ഓരോ ട്രാക്ക് വാട്സാപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പരിധി കഴിയുമ്പം ഞാൻ ചോദിക്കും, നീ പാട്ട് കേട്ടായിരുന്നു? ഇല്ല, എപ്പോഴും ഉള്ള മുട്ടുപാട്ടായിരിക്കുമല്ലോ എന്നൊക്കെ. ഞാൻ ഇല്ല, ഇത് ഞാൻ ഡിഫറെന്റ് ആയിട്ടാ ചെയ്തത്. അപ്പം അവള് പറയാ അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പോഴും കേൾക്കുന്നല്ലേ. അങ്ങനെ ഈ ശരിക്കും ഭയങ്കര ഫീഡ്ബാക്സ് ഒക്കെ എടുക്കുന്ന ടൈം കൂടെ ഉള്ള എല്ലാവരും. അപ്പം ഇപ്പൊ പറഞ്ഞു ഒരു ദിവസം 2 സോങ് വെച്ച് കമ്പോസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ആ സാച്ചുറേഷൻ വരാതിരിക്കാൻ എന്താ ചെയ്യാ? പെട്ടെന്നൊന്ന് അത് ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഇമോഷണലായി ഇൻവെസ്റ്റഡ് ആവുന്ന പ്രോജക്ട്സിന് മാത്രം നമ്മൾ എനർജി കൊടുത്താൽ മതി. ഇപ്പൊ ആ പോയിന്റിലോട്ട് ഇപ്പൊ ആക്ച്വലി രാവിലെ ഒരു സോങ് കമ്പോസ് ചെയ്തിട്ട് രാത്രി ഫൈനൽ ഔട്ട് വേണമെന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഫിലിംസും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോജക്റ്റിന് നമ്മൾ അങ്ങനെയുള്ള എനർജി കൊടുത്താൽ മതി. അത്രയും മണിക്കൂറുള്ള എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. സോ നമ്മളും ഞാനും ഇപ്പൊ എന്റെ ടീമും നമ്മളൊക്കെ ഇപ്പം അങ്ങനെ ഒന്ന് അങ്ങനത്തെയുള്ള എക്സസൈസിലോട്ടൊക്കെ ഇപ്പൊ പോയി. നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവുകയാണെങ്കിൽ വിൽ ഗിവ് അവർ ബെസ്റ്റ്, വിൽ വർക്ക് ഫോർ ഇറ്റ്.
മനസ്സിലായില്ലേ? എല്ലാ ഈച്ച് ആൻഡ് എവ്രി എക്സാക്ട്ലി. ഇപ്പം ഞാൻ ഈ ദോ ദീവാനെ സെഹർമേ എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ പാട്ട് ഞാൻ 2000 തവണ കേട്ടിട്ടുണ്ട്. 2000 തവണ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാവും. ഇപ്പൊ ഒരു 6 മാസം ഡൗൺ ദ ലൈൻ ഒരു ദിവസം ഞാൻ 30 തവണ ആവറേജ് കേൾക്കണം. അപ്പൊ ഞാൻ അത്രയും കേട്ടിട്ടാണ് ഔട്ട് വന്നിട്ടുള്ളത്. എറിക് പിള്ളേന്റെ കൂടെ ഞാനൊരു 30 to 40 ഐട്രേഷൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മുംബൈ പോയി ഇരുന്ന് ചെയ്ത് വർക്ക് ചെയ്തു. അപ്പം എനിക്ക് എന്റെ പാറ്റേൺ ഓഫ് വേ ഓഫ് വർക്കിംഗ് അറിയാം. ഞാൻ ദർശനയിൽ എങ്ങനെ ഇരുന്നിട്ടുണ്ട്, സമയമാല എങ്ങനെ ഇരുന്നിട്ടുണ്ട്, വാക്കണ്ണമാല എങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഇരിക്കുന്ന വർക്ക്സ് ആണെങ്കിൽ അതിനോ അത് എവിടെ പ്ലേസ് ചെയ്യും അതിന്റെ റിസൾട്ട് ഞാൻ നോക്കാറില്ല, ബീറ്റ് ഗുഡ് ഓർ ബാഡ്. പക്ഷെ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയാലും ഐ വിൽ സിറ്റ് ദാറ്റ്. ശരിക്കും ഇപ്പൊ അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ഫേവറേറ്റ് ട്രാക്ക് ശരിക്കും കുറച്ചുകൂടെ മൈൻഡ് ഇപ്പൊ അപ്പാർട്ട് ഫ്രം ദർശനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഞാൻ കമ്പോസ് ചെയ്തതിൽ എനിക്ക് പറയാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ എപ്പോഴും ഓർക്കുന്ന, ഇപ്പൊ എന്നോട് ഞാൻ മനസ്സിൽ ഓർക്കുന്ന ട്രാക്ക് ഒരു പക്ഷേ എനിക്കിനി കമ്പോസ് ചെയ്ത് ഇറങ്ങാനുള്ള സോങ്സ് ആയിരിക്കും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും റിലീസ് ചെയ്ത സോങ്സ് പിന്നെ എന്റെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. ഇപ്പം റൈറ്റ് നൗ ഐ എം തിങ്കിങ് അബൌട്ട് ഹായ് നാന ഷൗരിയന്റെ പുതിയ പടം അടുത്തത്, അതിൽ ചെയ്ത ട്രാക്സ് ഇറങ്ങിയത് മധുവിധുല സോങ്സ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് അതിന്റെ വർക്കിലാണ്. അതിൽ 7 പാട്ടുള്ള ഇവിടെയുള്ള കുറെ സിംഗേഴ്സ് വർക്ക് ചെയ്തു. വിനീതേട്ടൻ, സിത്താര, റിമി ടോമി, കുറെ സിംഗേഴ്സ് പാടിയിട്ടുണ്ട്. ഹരിശങ്കർ പാടി. ഇവരുടെ ഒക്കെ ഈ വർഷത്തെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ് മധുവിധുല. അപ്പം ആ സോങ്സ് മനസ്സിലുണ്ട്. ഇതിനി ഇറങ്ങണം, ഇതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും. അപ്പൊ എന്റെ മനസ്സിൽ യൂഷ്വലി അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും. വിനീതേട്ടനെ കൊണ്ട് പാടിക്കുമ്പോ ശരിക്കും എങ്ങനെയാ അതിന്റെ ഒരു ഫീലും എക്സൈറ്റ്മെന്റ് ഒന്ന് വേറെ? കാരണം വിനീതേട്ടന് കുറച്ചുകൂടെ ജഡ്ജ്മെന്റൽ ഇതുണ്ടല്ലോ. എങ്ങനെയാണ് ഹിഷാമിനോട് പറയുകയും ചെയ്യാൻ. അപ്പൊ ശരിക്കും വിനീതേട്ടനെ കേൾപ്പിക്കും കുറച്ച് ടെൻഷൻ ഉണ്ടാവും ട്രാക്ക്? ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ വിനീതേട്ടന്റെ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കാറുണ്ട്. വിനീതേട്ടൻ എന്താണ് പറയുന്നത് എന്നുള്ളത്. എക്സൈറ്റ്മെന്റിൽ ഉപരി ഇപ്പം വിനീതേട്ടനും അറിയാം ഞാൻ ഏതിലാണ് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുക, ഏതിലായിരിക്കും ഞാൻ മനസ്സിരുത്തി ചെയ്തിട്ടുള്ളത്. ഇപ്പം ആസ്മ സോങ് ഫുള്ള് ലോക്ക് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഞാൻ വിനീതേട്ടനെ പോയി ഇരുത്തി കേൾപ്പിച്ചിട്ടുണ്ട്, വണ്ടിയിൽ ഇരുത്തി കേൾപ്പിച്ചു. അന്ന് വിനീതേട്ടൻ എനിക്കൊരു ഭയങ്കര ചിരിച്ച മുഖമായിട്ട് എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു ഓക്കെ, എനിക്കിത് മനസ്സിലായി നീ എന്താ ഉദ്ദേശം എന്നുള്ളത്. അപ്പൊ എനിക്കും അത് അറിയാം, വിനീതേട്ടന് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം ഞാൻ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്തിട്ടുള്ളത്. ചില ട്രാക്ക് വിനീതേട്ടൻ കേൾക്കുമ്പം കുഴപ്പമില്ല പോവും, പ്രശ്നമില്ല എന്ന് പറയും. സോ ഇപ്പം മധുവിധുല സോങ് ഈ ഒന്ന് കുറെ നാളായിട്ട് നമ്മൾ പിന്നെയും ഒന്നിച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ വിനീതേട്ടൻ ഇപ്പം അച്ഛന്റെ വിയോഗത്തിനൊക്കെ ശേഷം സിനിമേന്റെ ഷൂട്ടിലൊക്കെ വന്ന് നല്ല തിരക്കായിരുന്നു. അങ്ങനെ വിനീതേട്ടൻ പറഞ്ഞു, നീ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നീ റൂം എടുത്തിട്ട് അവിടെ നീ റെക്കോർഡിങ് സാധനമൊക്കെ സെറ്റ് ചെയ്യും, അപ്പൊ ഞാൻ ബ്രേക്ക് ടൈമിൽ ഞാൻ വന്ന് പാടാം. അങ്ങനെയാണ് അത് റെക്കോർഡ് വന്നത്. അപ്പം അങ്ങനെ പോയി ചെയ്തു. കാരണം എനിക്ക് എവിടെയോ എപ്പോഴും എൻ്റെ എല്ലാ വർക്ക്സിലും വിനീതേട്ടനെ ഒരു ഭാഗമാക്കണം എന്നുള്ള ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മധുവിധു ശരിക്കും ഞങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യണ്ടേ ഫ്രം ഹിഷാം? മധുവിധു ഫ്രം ഹിഷാമിലുപരി ഐ തിങ്ക് ദ ഫിലിം ഇസ് വെരി ഗുഡ്. നല്ല സിനിമയായി വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. വിഷ്ണു അരവിന്ദാണ് ഇതിന്റെ സംവിധായകൻ. ഹിസ് എ ഗ്രേറ്റ് ഡയറക്ടർ, വെറുതെ പറയുന്നതല്ല, ഹിസ് എ വെരി നൈസ് ഡയറക്ടർ. ഒരു 7 സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ട്രാക്സ് ആണ് പുള്ളി ഗ്രാബ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറെ ഡെമോസ് എല്ലാ സിറ്റുവേഷനും ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി കുറച്ച് സ്മാർട്ടായിട്ട് നല്ല പിക്സ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഡയറക്ടറാണ്. നമ്മൾ സ്കോറിലും കുറേ അധികം ഇംപ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ അഭിനയിക്കുന്ന ഷറഫുദ്ദീൻ, കല്യാണി, മധുരമനോരമോഹവും അതെ അതും ഷറഫ് ആയിരുന്നു ചെയ്യുന്നത്. നമുക്ക് നല്ല റിലേഷൻ. പക്ഷേ ഈ ദിസ് സിനിമ നല്ല ഒരു ഫാമിലി ഫിലിമാണ്, കോമഡി ഫാമിലി ഫിലിമാണ്. മ്യൂസിക്കിന്റെ ഹെൽപ്പ് എത്രത്തോളം ചോദിച്ചാൽ അത് നമുക്ക് കാണാം. തിയേറ്ററിലുള്ള ആൾക്കാർ കാണുമ്പോൾ എങ്ങനെ റെസൊണേറ്റ് ചെയ്യുന്നുള്ളത് നോക്കണം. ഷൗരവിന്റെ പടവും അതും ഹൈനാന സോണിലാണോ? ഇല്ല, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഫിലിം. ടു ഏർലി ടു സേ. പക്ഷെ അതൊരു there will be action. അത് നിർബന്ധം. ആക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയോ മ്യൂസിക് ഡയറക്ടർ? കാരണം ആക്ഷൻ സെറ്റ് പീസുകളുടെ ബിജിഎംസ് എപ്പോഴും നമ്മൾ ഇൻസ്പയർഡ് ആണ്. ഇപ്പം നമുക്ക് ചുറ്റും നടക്കുന്ന എത്രയോ മ്യൂസിക് കമ്പോസേഴ്സ് ചെയ്യുന്ന സൗണ്ട് ട്രാക്സ് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഉള്ളിലൊരു ത്രാണി വരുമല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷം
അങ്ങനെയുള്ളൊരു വർഷം ആക്ച്വലി. കുറെ പുതിയ കാര്യങ്ങള്. അതെ അതെ. അപ്പൊ ബിഫോർ ഐ കൺക്ലൂഡ് എനിക്കൊരു ട്രാക്ക് പാടി തന്നെ. ലൈക്ക് ദർശന, ഇറ്റ്സ് ലൈക്ക് ഗോഡ് ട്രാക്ക്. ഷുവർ. അപ്പൊ ദർശന നമുക്ക് പാടാം. നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു, ഒരു നോക്കു നൽകാതകന്നു നീ, ഓർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ, മറുവാക്ക് ചൊല്ലാത്തതെന്തേ, ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ, മനസ്സു തേടി എത്തുന്നു നിന്റെ പുഞ്ചിരി, നീയാ മധുവേ നുകരാൻ കാത്തു ഞാൻ ദർശന, സർവം സദാ നിൻ സൗരഭം ദർശന, എൻ ജീവന സായുജ്യം ദർശന, സ്നേഹാമൃതം എന്നിലേക്കു ദർശന. ഷമക്ക താങ്ക് യു. ഇപ്പോ താങ്ക് യു. ഭയങ്കര ഓൾ ദി ബെസ്റ്റ്. കാരണം ഷമക്ക ഇപ്പൊ നല്ല ട്രാക്ക് ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഭയങ്കര പേഴ്സണൽ ആണ്. കാരണം ഞങ്ങളുടെ വീട്ടിലൊരാളൊക്കെ ട്രാക്ക് ചെയ്തൊരു ഫീല് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പോ ഇനിയും ഒരുപാട് നല്ല ട്രാക്കുകൾ തന്ന് ഞങ്ങളെ ആക്ച്വലി വണ്ടർ അടിപ്പിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈം ബീങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.